എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 86 ശ്ലോകം 49 മുതൽ 59 വരെ 11 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അതീവ ഭക്തനായിട്ടുള്ള ശ്രുതദേവന്റെ ഗൃഹത്തില് ഭഗവാൻ എഴുന്നള്ളിയപ്പോ ശ്രുതദേവന് എന്തെന്നില്ലാത്ത ആഹ്ലാദം. ഭഗവാനോട് പറയണു, എന്തൊരു ഭാഗ്യമാണ് ഞാൻ ചെയ്തത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. കഠിനമായ തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യം അടിയനിതാ ലഭിച്ചു. വിശിഷ്ടമായിട്ടുള്ള സ്തുതിയാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 49. സത്വം ശാധി സുഭൃത്യാന്ന കിം ദേവ കരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യൽഭവാൻ അക്ഷഗോചര. ഭഗവാനെ, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവിടുന്ന് ദാസന്മാരായ ഞങ്ങളെ ശാസിക്കണമേ. ഹേ ദേവ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൽപ്പിച്ചരുളണമേ. മനുഷ്യർക്ക് ക്ലേശം അങ്ങയുടെ ദർശനം സിദ്ധിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും ക്ലേശം. ഇപ്പൊ അതാ ഞങ്ങൾക്ക് അവിടുത്തെ ദർശനം സിദ്ധിക്കാൻ ഞങ്ങൾ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തരായി. ഭഗവാൻ സന്തുഷ്ടനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മന്ദഹാസം ചെയ്തുകൊണ്ട് ഇതാ പറയണു. ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, തദുക്തമിത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസൻ തമുവാചഃ. ഇങ്ങനെ ശ്രുതദേവൻ പറഞ്ഞത് കേട്ട ഭഗവാൻ നമസ്കരിക്കുന്നവരുടെ സകല സന്താപങ്ങളെ നശിപ്പിക്കുന്നവനായതുകൊണ്ട് ശ്രുതദേവന്റെ സന്താപങ്ങളെല്ലാം തീരെ നശിപ്പിച്ച് പരമാനന്ദത്തെ സ്ഫുരിപ്പിക്കുവാൻ തക്കവിധം മന്ദഹാസം ചെയ്തുകൊണ്ട് തന്റെ കൈകൊണ്ട് ശ്രുതദേവന്റെ കയ്യിൽ കയ്യിലങ്ങോട്ട് പിടിച്ച് ചേർത്ത് പിടിച്ചു ശ്രുതദേവനെ. എന്നിട്ട് പറയാണ്, ശ്രീ ഭഗവാൻ ഉവാച ബ്രഹ്മൻ തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യമോന്മുനീൻ സഞ്ചരന്തി മയാ ലോകാൻ അനന്ത പാദരേണുഭി. ഭഗവാൻ പറയണു, അധികം എന്നെ ആദരിക്കേണ്ടെന്നാണ്. അതാണ് ഭഗവാൻ വിചാരിക്കുന്നത്. ബ്രാഹ്മണരെ തന്നെയാണ് കൂടുതൽ ബഹുമാനിക്കേണ്ടത്, എന്നെ ബഹുമാനിക്കണേക്കാൾ എന്ന അർത്ഥത്തിൽ പറയണു. എന്നിൽ ഉള്ളതിനേക്കാളും അധികം ശ്രദ്ധ ബ്രാഹ്മണരിൽ ഉണ്ടായിരിക്കണം. അതാണ് ഭഗവാന്റെ ഉപദേശം. അത് 7 ശ്ലോകങ്ങൾ കൊണ്ട് കാണിക്കണം. ഹേ ബ്രാഹ്മണോത്തമ, ഈ മഹർഷിമാര് അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നവരാണ് കേട്ടോ, മനസ്സിലാക്കിക്കൊള്ളൂ. ഇവരുടെ പാദരേണുക്കൾ കൊണ്ട് ലോകങ്ങളെ പരിശുദ്ധി വരുത്താനായിട്ട് ഇവരുടെ ഹൃദിസ്ഥനായ എന്നോട് കൂടിയിട്ട് ഇവര് സഞ്ചരിക്കണം. ദേവാ ക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈ ശനൈ പുനന്തി കാലേന തദാപ്യർഹത്തമേക്ഷയാ. ദേവന്മാരെക്കാളും ദേവാദികളെക്കാളും ബ്രാഹ്മണരാണ് ശ്രേഷ്ഠന്മാര് എന്നതാ പറയുന്നു ഭഗവാൻ. പ്രതിമാദികളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാരും മധുര, അയോധ്യ മുതലായ പുണ്യസ്ഥലങ്ങളും ഗംഗ, യമുന, കാവേരി മുതലായ പുണ്യനദികളും ദർശന സ്പർശനം, പൂജ മുതലായവയാൽ ജനങ്ങളെ കാലം കൊണ്ട് മെല്ലെ മെല്ലെ പരിശുദ്ധരാക്കി തീർക്കുന്നു. പക്ഷേ പരമജ്ഞാനികളായ ഈ ബ്രാഹ്മണരാവട്ടെ, അവരെ ഒന്ന് കണ്ടാൽ മതി, അപ്പൊ തന്നെ പരിശുദ്ധി ഉണ്ടാവും എല്ലാവർക്കും. അതുകൊണ്ട് ബ്രാഹ്മണര് ദേവാദികളെക്കാളും ശ്രേഷ്ഠന്മാരാണ്. ബ്രാഹ്മണോ ജന്മനാശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ ഹിമു മൽക്കലയായുധ. ഈ ലോകത്തില് സകല പ്രാണികളുടെയും മധ്യത്തിൽ വെച്ച് ബ്രാഹ്മണൻ ജന്മനാ ശ്രേഷ്ഠനാണ്. തപസ്, വിദ്യ, സന്തോഷം എന്നീ ഗുണങ്ങളോടുകൂടിയ ബ്രാഹ്മണൻ, അങ്ങനെയുള്ളവര് അധികം ശ്രേഷ്ഠൻ. എന്റെ ഉപാസനയോടുകൂടിയവനാണെങ്കിലോ പിന്നെ ആ ബ്രാഹ്മണനേക്കാൾ മീത ശ്രേഷ്ഠൻ ആരുമില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മൽഭക്തനായ ബ്രാഹ്മണൻ ഏറ്റവും ശ്രേഷ്ഠൻ. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം.
ന ബ്രാഹ്മണാൻ മേ ദയിതം രൂപമേതർച്ചതുർഭുജം സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. 4 കൈകളോടുകൂടിയ എന്റെ ഈ സ്വരൂപം കൂടി എനിക്ക് ബ്രാഹ്മണനേക്കാൾ പ്രിയമുള്ളതല്ല. എന്നെ പൂജിക്കുന്നതിനേക്കാൾ ബ്രാഹ്മണനെ പൂജിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണൻ സകല വേദസ്വരൂപനും, ഞാൻ സകല ദേവസ്വരൂപനുമാകുന്നു. ഞാൻ പ്രമേയം, അതായത് വസ്തു, വേദം പ്രമാണം. അറിയിക്കുന്ന പ്രമാണമില്ലെങ്കിൽ അറിയത്തക്കതായ പ്രമേയം അറിയപ്പെടില്ല, അല്ലെ? അതുകൊണ്ട് പ്രമാണത്തിന് പ്രമേയത്തേക്കാൾ യോഗ്യതയുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണ ആരാധനം എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. ദുഷ്പ്രജ്ഞാ അവിദിത്വൈവം അവജാനന്ത്യസൂയവ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദാവിച്യ ദൃഷ്ടയ. അന്യന്മാരുടെ ദോഷത്തെ, എല്ലാ ഗുണവാന്മാരില് ദോഷം ആരോപിക്കുന്ന ദുഷ്ടബുദ്ധികളുണ്ടല്ലോ, അവര് ഈ പ്രതിമകളിലൊക്കെ അതിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിച്ച് വേദജ്ഞാനമുള്ളത് കൊണ്ട് ഗുരുവായും, ഉണ്ട് പക്ഷെ ഗുരുവായും എന്നെ അറിഞ്ഞവനാകയാൽ ഞാനായി തന്നെ ഇരിക്കുന്ന ആത്മരൂപനായും ഇരിക്കുന്ന ബ്രാഹ്മണനെ അപമാനിക്കുന്നു. ബ്രാഹ്മണരെ അവര് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാതെ ഞാൻ തന്നെയാണ് അവരിൽ ഗുരുവായിട്ട് ഈശ്വരനായിട്ട് ഇരിക്കണമെന്ന് ബ്രാഹ്മണനിലുള്ളത് എന്ന് മനസ്സിലാക്കാതെ ആ ബ്രാഹ്മണരെ അപമാനിക്കുന്നു. ചരാചരമിതം വിശ്വം ഭാവായേ ചാസ്യ ഹേതവ മദ്രൂപാണീതി ചേതസ്യാധത്തേ വിപ്രോ മദീക്ഷയ. ബ്രാഹ്മണന് സർവാധികാരം സിദ്ധിക്കാനുള്ള കാരണം പറയാണ്. ബ്രാഹ്മണൻ ചരാചരാത്മകമായ ഈ ലോകത്തെയും ഇതിന്റെ കാരണങ്ങളായ മഹദാദി തത്വങ്ങളെയും എന്റെ സ്വരൂപമായിട്ട് കാണുന്നു. ബ്രാഹ്മണൻ എല്ലാറ്റിലും എന്റെ സ്വരൂപത്തെ കാണുന്നവനാണ്. അതുകൊണ്ട് അവനും ലോകവും ഞാനും അവന്റെ ദൃഷ്ടിയിൽ ഭിന്നരായിരിക്കുന്നില്ല, അവന്റെ ദൃഷ്ടിയിൽ ഭിന്നരല്ല. ഇങ്ങനെ സർവാത്മഭാവം ബ്രാഹ്മണനുള്ളത് കൊണ്ട് അവൻ സർവാധിപൻ. ഈ ഭാവമാണ് ഉത്തമ ബ്രാഹ്മണ ലക്ഷണം എന്ന് സ്പഷ്ടമായിട്ട് പറയുന്നു ഭഗവാൻ. തസ്മാൽ ബ്രഹ്മർഷീനേതാൻ ബ്രഹ്മൻ മത്ശ്രദ്ധയാർച്ചയാ ഏവം ചേതർച്ചിതോസ്മ്യദ്ധാ നാന്യഥാ ഭൂരിഭൂതിഭി. അതുകൊണ്ട് ഹേ ബ്രഹ്മൻ, ഈ ബ്രഹ്മർഷികളെ, നിങ്ങൾക്ക് എന്നിൽ എത്രണ്ടും ശ്രദ്ധയുണ്ടോ അത്ര ശ്രദ്ധയോടെ പൂജിക്കണം. എന്റെ ഭക്തന്മാരെ എല്ലാം അങ്ങനെ തന്നെ പൂജിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അവരെ പൂജിച്ചാൽ എന്നെ ശരിയായി പൂജിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുക. എന്നെ അപ്രകാരമല്ല എങ്കിൽ എത്ര തന്നെ ധനാദികൾ കൊണ്ട് നൈവേദ്യങ്ങൾ കൊണ്ടും എന്നെ പൂജിച്ചാലും എന്നെ ശരിയായി പൂജിച്ചിട്ടില്ല എന്നും അറിഞ്ഞുകൊള്ളുക. ഇത്രയും സ്പഷ്ടമായിട്ട് പറയാണ് ഭഗവാൻ. ശ്രീശുക ഉവാച സയിത്തം പ്രഭുനാദിഷ്ട സഹ കൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യേകാത്മഭാവേന മൈഥിലശ്ചാപസദ്ഗതിം. ശ്രീ ശിവബ്രഹ്മർഷി പറയണു. ഇങ്ങനെ ഭഗവാൻ മിഥില രാജാവിനോടും ഉപദേശിച്ചു, രണ്ടുപേരോടും. ശ്രുതദേവനെ ഉപദേശിച്ചു, അതുപോലെ തന്നെ മിഥിലയിലെ രാജാവായിട്ടുള്ള ബഹുളാശനോടും ഉപദേശിച്ചു. അവര് രണ്ടുപേരും ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് ഭഗവാനും ദ്വിജശ്രേഷ്ഠന്മാരും ഒന്നു തന്നെ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പൂജിച്ചു. അവസാനം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. രണ്ടുപേരും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീമഗാധ. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജാവേ, ഭക്തിയുള്ളവരിൽ പരമപ്രേമത്തോടുകൂടിയ ഭഗവാൻ തന്റെ ഭക്തന്മാരായ അവർക്ക് ഇങ്ങനെ ത്രികാണ്ഡങ്ങളായ വേദങ്ങൾ ഏതുവിധം പ്രവർത്തിക്കുന്നു എന്ന മാർഗം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെയും കുറെ നാള് അവരുടെ ഗൃഹങ്ങള് താമസിച്ച് പിന്നെ ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
86-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ശ്രീപാദങ്ങളില് ഭക്തിപൂർവം സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.